الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي أولا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ 9 മക്കം ഫതഹിന് ശേഷം നടന്ന യുദ്ധമാണ് തബൂക്ക് എന്നുള്ളത്. പ്രവാചകരും സഹാബത്തും സാമ്പത്തിക ഞെരുക്കത്തിലൂടെ അതല്ല എങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലാണ് തബൂക്ക് നടക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് തബൂക്കിൽ നേരിടുന്ന പ്രതിസന്ധി അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സഹാബത്ത് മാത്സര്യ ബുദ്ധിയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗീയാരാമം നേടിയെടുക്കണം, കരഗതമാക്കണം, കരസ്ഥമാക്കണമെന്ന ചിന്തയിൽ അവർ മത്സരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അവരുടെ സമ്പത്ത് കൊണ്ടുവരാൻ മുൻനിരയിലുണ്ടായിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, രണ്ടാമൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുമായിരുന്നു. രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയും അവരെ കൊണ്ട് കൊണ്ടുവരാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗം തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊണ്ടുവരികയും ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക, അബൂബക്കറെ നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അബ്ഖൈതു ലഹും, ഞാൻ അവർക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടുള്ളത് അള്ളാഹുവിനെയും റസൂലിനെയും മാത്രമാണ്. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോടുള്ള ചോദ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ.
ഉമറിനോടും ചോദിച്ചപ്പോൾ റസൂലേ ഇതുപോലെ ഇനി എൻ്റെ വീട്ടിലുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ പകുതി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അവർ തയ്യാറായി എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലൈലിൻ്റെ 17-18 വചനങ്ങളിൽ ഈ വിഷയത്തെ പ്രിയപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എത്ര സുന്ദരമായ ആയത്താണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായിട്ടാണ് റഹ്മാനായ റബ്ബ് പറയുന്നത്. ഏറ്റവും സൂക്ഷ്മതയുള്ള വ്യക്തി എന്തു ചെയ്യും? അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നതാണ്. ഏതിൽ നിന്ന്? അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടു മുമ്പെയുള്ള ആയത്തുകളിൽ വിശദീകരിക്കുന്നത് നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചാണ്, നരകത്തിൻ്റെ പേടിപ്പെടുത്തുന്ന അവസ്ഥകളെക്കുറിച്ചാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുക ഏറ്റവും സൂക്ഷ്മതയുള്ള വ്യക്തിയാണ്. എന്നിട്ട് ആ സൂക്ഷ്മതയുള്ള വ്യക്തിയുടെ സ്വഭാവ വിശേഷണങ്ങൾ റഹ്മാനായ റബ്ബ് പറയാ, പരിശുദ്ധി നേടുവാനായി തൻ്റെ ധനം നൽകുന്ന വ്യക്തി. പരിശുദ്ധി നേടാൻ, തസ്കിയത്തുണ്ടാകാൻ തൻ്റെ ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വ്യക്തി. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണെന്ന് ചില മുഫസ്സിരീങ്ങൾ ഓർമ്മപ്പെടുത്തി. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ആ നരകത്തിലേക്ക് എന്നെ നയിക്കുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അതിലെല്ലാം അതീവ സൂക്ഷ്മത പാലിച്ച മഹാരഥന്മാരായ സ്വഹാബത്ത്. മറ്റൊരു ചരിത്രം അബൂ ദഹ്ദാ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രഖ്യാപനമുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു അഭിസംബോധനയുണ്ട്. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനാ. ആരാണ് അള്ളാഹുവിന് ഉത്തമമായ കടം നൽകാനായിട്ട് ആരുണ്ട്? ഇതാണ് പ്രിയപ്പെട്ടവരെ ആ അധ്യാപനം എന്നുള്ളത്. ഇത് കേട്ട സഹാബിവരൻ അബൂ ദഹ്ദാ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറഞ്ഞു, റസൂലേ, എനിക്ക് 600 ഈത്തപ്പനകളുള്ള തോട്ടമുണ്ട് റസൂലേ. ഇത് അള്ളാഹിൻ്റെ മാർഗത്തിൽ കടം കൊടുക്കാൻ, ഇത് ധനം ചെലവഴിക്കാൻ ഞാൻ തയ്യാറാണ് റസൂലേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം പറഞ്ഞിട്ട്, തൻ്റെ ഭാര്യയുണ്ട്, തൻ്റെ മക്കളുണ്ട് ആ തോട്ടത്തിൽ, നേരെ കയറി ചെല്ലുക. അത് അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുത്തിട്ടുണ്ട്, ഇനി ഇത് നമ്മുടെ അല്ല, ഇറങ്ങാന്ന്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ സമയത്ത് ഉമ്മു ദഹ്ദാ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കച്ചവടം മല്ലാഭമാണ്, ഈ കച്ചവടം മല്ലാഭമാണ്. തൻ്റെ സന്താനങ്ങൾ ആ വിഷയത്തിൽ തൃപ്തിപ്പെട്ടു എന്ന് ആ ചരിത്രം പറയാ. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, കമ്മിൻ ഇദ്ഖിൻ റാദിഹിൻ, ലേ കമ്മിൻ ഇദ്ഖ്, എത്ര സമൃദ്ധിയുള്ള ഫലങ്ങളാണ്, വൃക്ഷങ്ങളാണ് അബൂ ദഹ്ദാഇന് വേണ്ടി നാളെ സ്വർഗീയാരാമത്തിൽ ഫിൽ ജന്നത്തി, സ്വർഗീയാരാമത്തിൽ നടപ്പെട്ടിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടനവധി ചരിത്രങ്ങൾ പ്രിയപ്പെട്ടവരെ കാണുവാനും വായിക്കുവാനും നമുക്ക് സാധിക്കും. നമ്മുടെ മുൻഗാമികൾ സമ്പത്ത് ശുദ്ധീകരിക്കുന്ന രംഗത്ത് വലിയ സൂക്ഷ്മത പുലർത്തിയിരുന്നവരാണ് എന്ന് ചരിത്രത്തിൻ്റെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. മനുഷ്യരുടെ സ്വഭാവം എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ലോ അന്ന ലിബ്നി ആദം, ആദമിൻ്റെ സന്തതികൾ എങ്ങനെയുള്ളവനാ? വാദിയം മിൻ ദഹബിൻ, അവനെങ്ങാനും സ്വർണത്തിൻ്റെ ഒരു താഴ്വര ലഭിച്ചാൽ, അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, അവൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ മറ്റൊന്ന് ലഭിക്കാനാണ്. ഒരു താഴ്വരം മുഴുവൻ പ്രിയപ്പെട്ടവരെ സ്വർണത്തിൻ്റെ അത്രയും സുന്ദരമായ, അത്രയും വിലയേറിയ ആ ഒരു താഴ്വര ലഭിച്ചാൽ പോലും അവൻ ആഗ്രഹിക്കുന്ന ഇതുപോലെ 2 താഴ്വരകൾ ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. വലം യംല ഫാഉ ഇല്ല തുറാബ്, മണ്ണല്ലാതെ
അവൻ്റെ ആഗ്രഹത്തെ ശമിപ്പിക്കുകയില്ല. അത് ഖബറിലെത്തിയാൽ എന്ത് ചെയ്യുള്ളൂ? അവൻ്റെ ആഗ്രഹങ്ങൾ ഇല്ലാതെ ഉള്ളൂ. അതുവരെ മനുഷ്യനെ സാമ്പത്തിക മെച്ചപ്പെടുന്നതിന് വേണ്ടി അവൻ അലയുകയാണ്. ഇവിടെ നടക്കുന്ന കൊലകളാകട്ടെ, ഇവിടെ നടക്കുന്ന വഞ്ചനകളാകട്ടെ, ഇവിടെ നടക്കുന്ന അത്തരത്തിലുള്ള ഇമ്മോറൽ ആക്ടിവിറ്റികളാകട്ടെ, പ്രിയപ്പെട്ടവരെ, അവരെ അതിലേക്കൊക്കെ നയിക്കുന്ന പ്രചോദനം എന്തായിരുന്നു? സാമ്പത്തിക മേഖലയിലുള്ള സാമ്പത്തിക ഭദ്രതയാണ്. സാമ്പത്തിക മേഖലയിലുള്ള ചുറ്റുപാട് ഭദ്രമാക്കണമെന്ന ചിന്തയാണ് പലരെയും ഇത്തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് അടക്കം നയിക്കുന്നത്. നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർ നേരെ വ്യത്യസ്തമായിരുന്നുവെന്ന് ചരിത്രാധ്യാപനങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ വൃദ്ധനാകും, മനുഷ്യൻ്റെ ശരീരം ചുക്കിച്ചുളിയും. ഇത് നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യമുള്ള കാര്യം തന്നെയാണ്. എല്ലാവരും അത്തരമൊരവസ്ഥയിലേക്ക് ആ പ്രായം എത്തിയിട്ടുണ്ടെങ്കിൽ എത്തുക തന്നെ ചെയ്യും. എത്ര വലിയ മരുന്നുകൾക്കോ എത്ര വലിയ ഫിറ്റ്നസ് സംവിധാനങ്ങൾക്കോ അവനെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയാതിരിക്കുകയില്ല എന്നുള്ളതും, പ്രിയപ്പെട്ടവരെ, യാഥാർത്ഥ്യമാണല്ലോ. അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, യഹ്റമു ഇബ്നു ആദം സന്തതികൾ എല്ലാവരും വൃദ്ധരാകുന്ന അവസ്ഥ ഉണ്ടാകും. എല്ലാത്തിനും വൃദ്ധരാകും. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറയാ, വയശിബ്ബു മിൻഹു ഇസ്നാൻ, എന്നാ രണ്ട് കാര്യങ്ങളിൽ അവൻ യുവാവിന് തുല്യമായിരിക്കും. അവൻ രണ്ട് കാര്യങ്ങളിൽ യുവത്വമായിരിക്കും അവൻ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഹിർസു അലൽ മാൽ, സമ്പത്തിനോടുള്ള അതീവ താല്പര്യമുണ്ടല്ലോ, സമ്പത്തിനോടുള്ള അതീവ ത്വരയുണ്ടല്ലോ, അത് വൃദ്ധനായാൽ പോലും അവന്റെ മനസ്സിലുണ്ടാകുന്നതാണ്. ലാ യസാലു ഖൽബുൽ കബീരി ശാബൻ ഫിസ്നതി ഫീ ഹുബ്ബി ദുനിയാ വതുലിൽ അമൽ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു നൽകിയതാ വൽ ഹിർസു അലൽ ഉംറ, അവന് ദീർഘമായ ആയുസ് ലഭിക്കണം, ഇനിയും ഒരുപാട് കാലം ജീവിക്കണമെന്ന ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ഒരു വയോവൃദ്ധന്റെ മനസ്സിൽ യുവാവിന്റെ മനസ്സിന് തുല്യമായിരിക്കും ഈ രണ്ട് കാര്യങ്ങളിലെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് യാഥാർത്ഥ്യമല്ലേ അല്ലേ? 80-70 വയസ്സായ എത്രയെത്ര ആളുകളാണ്, പ്രിയപ്പെട്ടവരെ, 4 അടിയുടെയും 5 അടിയുടെയും സ്ഥലത്തിൻ്റെ പേരിൽ തെറ്റി നിൽക്കുന്നത്. പരസ്പരം മിണ്ടാതെ നിൽക്കുന്നത് ചെറിയ സാമ്പത്തിക ഇടപെടലുകളിൽ ഉണ്ടായ അപചയങ്ങളാണ്. അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നാളെ ഒരുപക്ഷെ ഖബറിൽ പോകേണ്ട വ്യക്തിയാ, അത്രയും പ്രായമായിട്ടുണ്ട്. ഇത് മനുഷ്യനെ അലട്ടുന്ന രണ്ട് താല്പര്യങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. മറ്റൊന്ന് പ്രവാചകൻ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, മനുഷ്യൻ്റെ പ്രകൃതിയെ അല്ലാഹു കൃത്യമായി എടുത്തു പഠിപ്പിക്കുക. മനുഷ്യൻ്റെ പ്രകൃതി എന്താ? വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, മനുഷ്യൻ എന്നുള്ളത് ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, പണത്തിനോട്, സമ്പത്തിനോട്, പ്രിയപ്പെട്ടവരെ, ധനത്തോട് സ്നേഹം കഠിനമായവനാകുന്നു. അത് മനുഷ്യരുടെ അവൻ്റെ ജീനിൽ ഉൾപ്പെടുത്തിയ കാര്യമാണ്, സമ്പത്തിനോട് കഠിനമായിട്ടുള്ള സ്നേഹം എന്നുള്ളത്. എന്നാൽ പണ്ഡിതന്മാരെ ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്, കസീറുൽ ഹുബ്ബി ലിൽ മാൽ, സമ്പത്തിനോട് അതിയായിട്ടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും ആഗ്രഹവും, വഹുബ്ബുഹു ലിദാലിക ഹുവല്ലദീ ഔജബ ലഹു തർക്കൽ ഹുഖൂഖിൽ വാജിബതി അലൈഹി, ആ ഒരു ധനത്തോടുള്ള ആഗ്രഹം എന്നുള്ളത് അവൻ്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ പോലും വീഴ്ച വരുന്ന രൂപത്തിലാണ്. അവന്മേൽ നിർബന്ധമായ, അവൻ നിർവഹിക്കേണ്ട കാര്യങ്ങളിൽ പോലും വീഴ്ച വരുന്ന രൂപത്തിൽ അവന് ധനത്തിനോട് ആഗ്രഹമുണ്ടാകും. ഖദ്ദമ ശഹ്വത നഫ്സിഹി അലാ റിളാ റബ്ബിഹി, അവൻ റഹ്മാനായ റബ്ബിന്റെ തൃപ്തിയേക്കാൾ അവൻ പരിഗണിക്കുക അവൻ്റെ ശഹ്വത്തിനോടാ, അവൻ്റെ ഇച്ഛയോടാ, അവൻ്റെ ദുനിയവിയായിട്ടുള്ള സ്വയം താല്പര്യങ്ങളോടാണ് അവൻ പരിഗണിക്കുക എന്ന് ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി, പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ആലോചിക്കണം, ഈ ആയത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ദീനെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുനിയവിയായ സാമ്പത്തിക മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നാം നഷ്ടപ്പെടുത്താറുണ്ടോ? നമ്മുടെ നമസ്കാരം, പ്രിയപ്പെട്ടവരെ,
ദുനിയവിയായ സാമ്പത്തിക മേഖലയിലുള്ള ചുറ്റുപാടിലുള്ള ഭദ്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നഷ്ടപ്പെടാറുണ്ടോ? നമ്മുടെ മറ്റു മേഖലയിലുള്ള ഇബാദത്ത്, നമ്മുടെ സ്വതക്കയാകട്ടെ, നമ്മുടെ സക്കാത്താകട്ടെ, ഇത്തരം ചിന്താഗതികളുമായി ബന്ധപ്പെട്ട് അതിൽ നഷ്ടം വരാറുണ്ടോ? നാം ചിന്തിക്കുക തന്നെ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തെ നമ്മെ ബോധ്യപ്പെടുത്തിയത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തൈസ അബ്ദു ദീനാരി വ ദിർഹം, ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമകൾ പ്രിയപ്പെട്ടവരെ നശിച്ചിരിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു നൽകിയ ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമകൾ നശിച്ചിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? പൈസ വേണ്ടെന്നോ സമ്പത്ത് നേടണ്ടെന്നോ ഒന്നുമല്ലട്ടോ. അതിന്മേൽ ജീവിതത്തെ കഴിച്ചു കൂട്ടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കച്ചവട രംഗവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ മറ്റു മേഖലയിലുള്ള സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് എത്ര വലിയ വിഷയങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ സാമ്പത്തിക അപജയങ്ങൾ നമുക്ക് വരുന്നത് എന്നറിയോ? പലപ്പോഴും ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്ന പലരെയും പിശാച് വഴിതെറ്റിക്കുന്ന രണ്ടു മേഖലകളാണ്. ഒന്ന് ലൈംഗികതയാണ്, രണ്ടാമത്തത് സാമ്പത്തിക മേഖലയിലുള്ള അപജയമാണ്. ലൈംഗികതയിൽ സൂക്ഷ്മത പുലർത്തുന്ന വ്യക്തിത്വങ്ങൾ പോലും സാമ്പത്തിക മേഖലയിൽ അവരുടെ ജീവിതത്തിൽ പുഴുക്കുത്തരിക്കുന്ന അവസ്ഥകളുണ്ടാകും. സമ്പത്ത് നേടുന്ന രംഗത്ത് പലിശയാണോ പലിശയല്ലേ അവൻ ചിന്തിച്ചിട്ടുണ്ടാകില്ല. ലോൺ എടുക്കുന്ന രംഗത്ത് അവൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട മേഖലയിൽ, അവൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒക്കെ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കാത്ത രൂപത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും. ഇതിൻ്റെ ഓരോ ഉദാഹരണങ്ങളും എടുത്തു പറയുമ്പോൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുമെന്നുള്ളതാണ്. നോക്കിയേ നിങ്ങൾ, നമുക്ക് സമ്പത്ത് സ്വീകരിക്കാവുന്ന 5 മേഖലകളുണ്ട്. ഒന്ന് നമ്മുടെ ജോലിയാണ്. നാം ഹലാലായ മാർഗത്തിൽ, അല്ലാഹു അനുവദനീയമായ മാർഗത്തിലുള്ള നമ്മുടെ ജോലിയിലൂടെ നാം നേടുന്ന സമ്പത്ത് അത് ഹലാലാണ്. രണ്ടാം നമ്മുടെ കച്ചവടമാണ്, അല്ലേ? നമ്മുടെ കച്ചവടമാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ, കച്ചവടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി. എന്നാൽ പലിശയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശയിപ്പിക്കുകയും ചെയ്തു. ആ കച്ചവടത്തിൽ തന്നെ ഹറാമായതും ഹലാലായതുമുണ്ട്. ആ വിഷയത്തിൽ നാം സൂക്ഷ്മത പാലിക്കണമെന്ന് മാത്രം. മൂന്നാമത്തെ എന്തായിരുന്നു? അനന്തര സ്വത്താണ്, അനന്തരാവകാശമാണ്. അതിലൂടെ നാം നേടിയ സ്വത്ത് അത് ഹലാലാണ്. നാലാമത്തെ പ്രിയപ്പെട്ടവരെ ഹദിയയാണ്. സമ്മാനത്തിലൂടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് സമ്മാനം കൊടുത്തു, ഹദിയ കൊടുത്തു, അത് ഹലാലായതാ. 5 നിധിയാണ്, അതും ഹലാലാ. ഈ മാർഗങ്ങളിലൂടെ അല്ലാതെയുള്ളൊരു സാമ്പത്തിക രംഗത്തുള്ള ഇടപെടൽ, ഈ മാർഗത്തിലൂടെയല്ലാതെ സമ്പത്തിലുള്ള വർധനവ് പ്രിയപ്പെട്ടവരെ നാം ഗൗരവപൂർവ്വം തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹുവിൻ്റെ റസൂല് ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ സമുദായത്തിനും ഓരോ ഫിത്നകളുണ്ട്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത് എന്താ അറിയോ? വഫിത്നതു ഉമ്മത്തി അൽ മാൽ, എൻ്റെ ഉമ്മത്തിലെ ഫിത്ന എന്താണെന്നറിയോ? അത് സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്, അത് ധനവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഓരോ പ്രവാചകന്മാരോടും അല്ലാഹുവിൻ്റെ കൽപ്പനയില്ലേ, യാ അയ്യുഹർ റസൂൽ, ഏ ദൂതരെ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബിന്റെ പ്രഖ്യാപനം എന്താണെന്നറിയോ? കുലൂ മിൻ ത്വയ്യിബാത്ത്, വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് മാത്രം നിങ്ങൾ ഭക്ഷിക്കണം. എന്നിട്ടല്ല പറയാ വഅമലൂ സാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാം ഞാൻ അറിയും, നിങ്ങൾ നല്ലത് പ്രവർത്തിക്കണം, വിശിഷ്ടമായതിൽ നിന്ന് ഭക്ഷിക്കണം. ഇത് പ്രവാചകന്മാരോട് പോലും പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വിഷയമാണ്. എന്നാൽ നമ്മളുടെ സാമ്പത്തിക മേഖലയിലുള്ള ചില വിഷയങ്ങൾ, ഇപ്പം നമ്മളെ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങളിലൊക്കെ ഇല്ലേ, ഇവിടെയുള്ള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ജോലികളൊക്കെ ചെയ്യുന്ന അത്തരം പൊസിഷനിലുള്ളവർ പ്രിയപ്പെട്ടവരെ നല്ല ഗൗരവപൂർവ്വം തന്നെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഫയൽ പാസ്സാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു പാരിതോഷികം മേടിക്കാം.
ഒരു ഫയൽ പാസ്സാക്കുന്നതിന് വേണ്ടി ഒരു പാരിതോഷികം, അതിന് കൈക്കൂലിയെന്നോ ഇനി എന്ത് മറ്റു പേരിട്ട് വിളിച്ചാലും പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ സാമ്പത്തിക മേഖലയെ പുഴുക്കുത്തുപോലെ ഇല്ലാതാക്കി തീർക്കുന്ന അവസ്ഥയാണ്. നാളെ റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ നാം മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ എന്തെങ്കിലും പാരിതോഷികം ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഫയലിങ്ങനെ വലിപ്പിക്കുക, അത് ചെയ്തു കൊടുക്കാനേ നാളെയാകട്ടെ മറ്റന്നാളാകട്ടെ എന്നത് നമ്മുടെ ലക്ഷ്യം എന്താ? എന്തെങ്കിലുമൊക്കെ നേടണം അല്ലേ, എന്തെങ്കിലുമൊക്കെ ലഭിക്കണമെന്നൊരു ചിന്ത നമുക്ക് ഹലാലായി തീരൂല പ്രിയപ്പെട്ടവരെ. മാത്രാണോ അള്ളാഹുവിൻ്റെ റസൂലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏറെ ഗൗരവത്തോടുകൂടി പറഞ്ഞതാണ് പലിശയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ട്, അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ട്, അള്ളാഹുവിൻ്റെ ശാപം ലഭിച്ചിട്ടുണ്ട്. പലിശ ഭക്ഷിക്കുന്നവനാകട്ടെ, അത് എഴുതി വെക്കുന്നവനാകട്ടെ, അതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുന്നവനാകട്ടെ, അത്രയും ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ടവരെ. ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ഗൗരവത്തോടുകൂടി പറഞ്ഞ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ പലിശയുണ്ടല്ലോ, ഇനി അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് കൊടുക്കാനുള്ള എല്ലാവിധ പലിശയും ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ മുതൽ ഇതിന്റെ ഗൗരവം അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വലിച്ചെറിഞ്ഞ, തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ പിഴുതെടുത്ത് കളഞ്ഞ ഒരു വിഷയത്തെ എത്ര നിസാരമായിട്ടാണ് മുഅ്മിനീങ്ങൾ കാണുന്നത്, എത്ര നിസാരമായിട്ടാണ് കാണുന്നത്. നോക്കി പ്രിയപ്പെട്ടവരെ, ബാങ്കുമായി ബന്ധപ്പെട്ട് ലോണുമായി ബന്ധപ്പെട്ടൊക്കെ എത്ര നിസാരമായിട്ടാണ് നാം കാണുന്നത്. ഇനി അതിലുള്ള ബാങ്ക് ലോണിങ്ങനെ ലഭിക്കാൻ വേണ്ടി ക്ലയൻറ്റിന് വേണ്ടി നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ബാങ്ക് ലോണ് ലഭിക്കാൻ വേണ്ടി ഒരു ക്ലയൻറ്റിന് എന്ത് ചെയ്യുക, ഒരു ഫേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുക, ഒരു ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കുക. എൻ്റെ ലക്ഷ്യം ഈ ബാങ്ക് ലോൺ എന്ത് ചെയ്യണം, അവന് ലഭിക്കണം. നമ്മളതിനു വേണ്ടി സഹായിക്കുക. നമ്മളൊരു കള്ളത്തരമാണ് പ്രിയപ്പെട്ടവരെ അതിലൂടെ നാം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് പോലെയുള്ള ഫിനാൻസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക. തആവനൂ അലൽ ബിർരി വത്തഖ്വ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സഹകരിക്കാം. വെച്ചിട്ടൊരു ATM എടുക്കണ്ടെന്നോ ബാങ്ക് അക്കൗണ്ട് എടുക്കണ്ടെന്നോ അല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എന്നാൽ പലിശയുമായിട്ട് ഇടപെടുന്ന സംവിധാനങ്ങൾ, സാഹചര്യങ്ങളിൽ നമ്മുടെ ഒരു സഹായം അവർക്ക് പ്രിയപ്പെട്ടവരെ അത് ഏറെ ഗൗരവത്തോടു കൂടെ തന്നെ കാണണം. ഇപ്പം നമ്മുടെയൊക്കെ അക്കൗണ്ടുകൾ 2-3 അക്കൗണ്ടുകൾ ഉള്ളവരുണ്ടാവും. നമ്മളതിൽ പലിശ വന്നുകൂടുന്നില്ല എന്ന് ഏറെ ഗൗരവത്തോടു കൂടെ തന്നെ ചിന്തിക്കണം. ഒട്ടുമിക്ക ആളുടെയും അക്കൗണ്ടുകൾ സേവിങ് അക്കൗണ്ടുകളാണ് പ്രിയപ്പെട്ടവരെ, സേവിങ് അക്കൗണ്ടുകളാ. പലിശ വരും അതില്, അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നോക്കൂല. പ്രത്യേകിച്ച് UPI ആപ്പുകളുടെ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടാവും, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. അതിൽ പലിശയുടെ അംശം കടന്നു വരുന്നില്ല എന്ന ഉത്തമ ചിന്ത നമുക്കുണ്ടാകണം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കണം, അതിൽ പലിശയുടെ കണക്കെടുക്കണം. എന്നിട്ട് പ്രിയപ്പെട്ടവരെ അത് കൊടുത്തൊഴിവാക്കണം. അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് ഗൗരവമാണ്. നമ്മൾ ചിന്തിക്കാതെ നമ്മിലേക്ക് വരുന്ന ചില സാമ്പത്തിക മേഖലകളാണ് അവയൊക്കെ. അത് ഗൗരവത്തോടു കൂടി കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ നന്മയിലാണ്, സുഹൃത്തത്തിലാണ് എന്നൊക്കെ ചിന്തിച്ച് നാളെ നരകത്തിലേക്ക് എത്തുന്ന അവസ്ഥ എത്ര ഭയാനകമാണ് എന്നുള്ളത് നാം ഗൗരവപൂർവ്വം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക. പരിഹാരങ്ങൾ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. നമ്മുടെ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കുക. സാമ്പത്തിക മേഖലയിൽ അപജയമുള്ളൊരു വ്യക്തിയാണെങ്കിൽ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. അതിബ്, നീ നല്ലതാക്കണം, വിശിഷ്ടമുള്ളതാക്കണം നിന്റെ ഉപജീവനം. നിന്റെ ഉപജീവനം നീ നല്ലതാക്കണം. അങ്ങനെ നല്ലതാക്കിയുള്ള ഗുണം എന്താ? നിന്റെ പ്രാർത്ഥന റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മാത്രമാണോ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചരിത്ര രൂപേണ ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഹദീസിന്റെ തുടക്കത്തിൽ പരിശുദ്ധ ഖുർആനിൽ ആയത്തുകളാ, അയ്യുഹന്നാസ് ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. റസൂലുള്ളാഹി പറയാ, മനുഷ്യരെ നിങ്ങൾ എന്ത് ചെയ്യണം? ത്വയ്യിബായത്, വിശിഷ്ടമായത് മാത്രം നിങ്ങൾ സ്വീകരിക്കണം. അള്ളാഹു വിശിഷ്ടമായതല്ലാതെ സ്വീകരിക്കുകയില്ല.
മുർസലുകളോട് മുഅ്മിനീങ്ങളോട് റഹ്മാനായ റബ്ബ് കൽപ്പിച്ച ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുകയാണ്. യാ അയ്യുഹർ റസൂൽ കുലൂ മിൻ തയ്യിബാതി വഅമലൂ സാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. നാം വിശദീകരിച്ചു. ഇനി അതേ വാചകം മുഅ്മിനീങ്ങളോട് അല്ലാഹ് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും. നിങ്ങളുടെ ഉപജീവനത്തിൽ നിന്ന് വിശിഷ്ടമായത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷിച്ചു കൊള്ളണം. വിശിഷ്ടമായത് മാത്രം നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളണം പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഒരു വ്യക്തിയെ കുറിച്ച് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള വ്യക്തിയാണെന്നറിയോ? യുതീലു സഫറ, ഒരുപാട് ദീർഘദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ഗൗരവത്തോടെ തന്നെ കാണണം. കാരണം യാത്രക്കാരൻ്റെ പ്രാർത്ഥന എന്നുള്ളത് അത് സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്രക്കാരൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും. യുതീലു സഫറ, ദീർഘദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അശ്അസ അഗ്ബറ, ശരീരത്തിലെ പൊടിപടലങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. തലയാകെ ജടകുത്തിയിട്ടുണ്ട്. ആ യാത്രയുടെ എഫക്റ്റുകളാണ്, ആ യാത്രയിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ആ വ്യക്തിയുണ്ടല്ലോ, യമുദ്ദു യദൈഹി ഇലസ്സമാഇ യാ റബ്ബി യാ റബ്ബി യാ റബ്ബി, ആകാശങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ അള്ളാഹു ആ വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കൂല. യാത്രക്കാരൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിക്കുകയാ, അവൻ്റെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കൂല, കേൾക്കൂല എന്ന്. എന്തേ കാരണമെന്നറിയോ? വമത്അമുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമിൻ്റെതാണ്. പ്രിയപ്പെട്ടവരെ, നാം സമ്പാദിക്കുന്ന സമ്പാദ്യമുണ്ടല്ലോ, അത് ഹറാമിൻ്റെ മാർഗത്തിലൂടെയാണെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണം ഹറാമിൻ്റെതാ, നമ്മുടെ ഭാര്യ കഴിക്കുന്നത് ഹറാമിൻ്റെതാ, നമ്മുടെ സന്താനങ്ങൾ കഴിക്കുന്നത് ഹറാമിൻ്റെതാ. അതുകൊണ്ടാണ് സഹാബ വനിതകൾ അവരവരുടെ ഭർത്താക്കന്മാരോട് പറയായിരുന്നു, പട്ടിണി കിടന്നാലും വേണ്ടില്ല, ഹറാം ഇങ്ങോട്ട് കൊണ്ടുവരില്ലേന്ന്. പ്രിയപ്പെട്ട സഹോദരിമാരെ, പട്ടിണി കിടന്നാലും വേണ്ടില്ല, ഹറാം ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ. അത്രയും ഗൗരവപൂർവ്വം പ്രിയപ്പെട്ടവരെ അവർ ശ്രദ്ധിച്ചിരുന്നു എന്ന് റസൂലുള്ളാഹി പറയാ. വമശ്റബുഹു ഹറാം, അവർ കുടിക്കുന്ന പാനീയം ഹറാമിൻ്റെതാ. വമൽബസുഹു ഹറാം, അവൻ ധരിച്ച വസ്ത്രം ഹറാമിൻ്റെ വസ്ത്രമാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാമിൽ മുങ്ങിക്കുളിച്ചവനാ. ഫഅന്നാ യുസ്തജാബു ലിദാലിക, പിന്നീട് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ എങ്ങനെയാണ് ഉത്തരം നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മളെ ഗൗരവപൂർവ്വം തന്നെ ചിന്തിക്കണം. നമ്മളെ വണ്ടി ലോൺ എടുത്ത വണ്ടിയാ, അതിലൂടെയാണ് നമ്മുടെ ഉപജീവന മാർഗം നാം കാണുന്നതെങ്കിൽ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ബിസിനസ് പലിശയുമായി ഇടപഴകി പോകുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ നാം ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ആ ഉപജീവനം ബർക്കത്തില്ലാത്തതാ, ആ ഉപജീവനം ഹറാമിൻ്റെതാ. ഇതൊക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും നാം മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉപജീവനം നൽകുന്നവൻ. ശതകോടീശ്വരനായിട്ടൊരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്ന എത്രയെത്ര കഥകളും ചരിത്രങ്ങളും നമ്മുടെ നാടുകളിലും മുൻകാലഘട്ടങ്ങളിലും ഒക്കെ കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമാ. മനുഷ്യൻ പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം. മനുഷ്യൻ പാഠം ഉൾക്കൊള്ളുന്നില്ല. ഖബറിനെ കുറിച്ച് ചിന്തിക്കണം നാം, നാളെയുടെ വിചാരണ ലോകത്തെക്കുറിച്ച് ചിന്തിക്കണം നാം. അഞ്ചോ ആറോ കാലുകളുള്ള മയ്യത്ത് കട്ടിലിൽ 6-7 ആളുകൾ വഹിച്ച് കള്ളിച്ചെടികളാൽ നിബിഡമായ ഖബർസ്ഥാനിൽ കൊണ്ടുവെക്കുമ്പോൾ കുറച്ച് വെള്ളത്തുണികളല്ലാതെ എനിക്കൊന്നും ഉണ്ടാകില്ല എന്ന ചിന്ത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. ആരെങ്കിലും ആ ഖബറിലേക്ക് വെച്ചാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവൻ്റെ സങ്കേതം കാണിക്കപ്പെടുമെന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധ്യം വേണം. നമ്മളെ ഇതുവരെ എന്തൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഓടുന്നു, എത്ര പേര് ഓടും പ്രിയപ്പെട്ടവരെ.
ക്ഷണിക്കാതെ വരുന്ന മരണം നമ്മുടെ അടുത്തേക്ക് വരുന്നവരെയുള്ളൂ. അതുകൊണ്ട് സാമ്പത്തിക രംഗത്തുള്ള ഒരു ശുദ്ധീകരണം നാം അത് മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ഇനിയും നാം പലിശയുമായി ബന്ധപ്പെട്ട്, ഇനിയും നമ്മുടെ വീട് ലോണുമായി ബന്ധപ്പെട്ട്, ഇനിയും നമ്മുടെ മക്കളുടെ കല്യാണവും മറ്റുമൊക്കെ ലോണും പലിശയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മൾ കീഴൊതുങ്ങി ജീവിക്കേണ്ടവരാ, തോന്നിയതുപോലെ ജീവിക്കേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ. നമുക്കിഷ്ടമുള്ളത് എടുക്കാനും ഇഷ്ടമില്ലാത്ത ഒഴിവാക്കുവാനും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറ്റൂല, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ ജീവിതം പഴയപടിയാണ് നാം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാർ. നമ്മളായിരിക്കും പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാർ. നമുക്ക് ബോധ്യപ്പെടുക, തൊണ്ടക്കുഴിയിൽ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് കടന്നു വരുന്ന സമയത്ത് അന്ന് ബോധ്യപ്പെടും. അതുവരെ നമുക്ക് ബോധ്യപ്പെടണമെന്നില്ല. അന്ന് നാം ഖേദിക്കും, അന്ന് നാം വിരൽ കടിക്കും. മരണരംഗത്ത്, വിചാരണയുടെ നാളിൽ നരകത്തിലേക്ക് എറിയപ്പെടുന്ന രംഗത്ത് അന്ന് അവർക്ക് ബോധ്യപ്പെടും. ഹറാമായി ഉണ്ടാക്കിയ സാമ്പത്തിക രംഗത്തൊക്കെ ഉണ്ടായിരുന്ന അപജയങ്ങളെക്കുറിച്ച് റഹ്മാനായ റബ്ബ് ഓരോന്നും കാണിക്കുന്ന അവസ്ഥയിൽ നാം ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസ് ഉസികും ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. റബ്ബനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തം മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക മേഖലയിലുള്ള അച്ചടക്കത്തോടൊപ്പം തന്നെ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കുവാനും കൂടി നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഹറാമായ സമ്പത്ത് ഞാൻ സ്വീകരിക്കില്ല എന്നൊരു നിശ്ചയദാർഢ്യം, ഹറാമായ സമ്പത്തിലൂടെ ഞാൻ സഞ്ചരിക്കില്ല എന്ന ഒരു നിശ്ചയദാർഢ്യം പ്രിയപ്പെട്ടവരെ നാം സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നിലവിലുള്ള സമ്പത്ത് ശുദ്ധീകരിക്കാനും കൂടിയും നാം പരിശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, യഅതി അലന്നാസി സമാനുൻ, ജനങ്ങളിലൊരു കാലം വരും, ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അം മിനൽ ഹറാം. ആ കാലഘട്ടത്തിൽ മനുഷ്യർ നേടുന്ന സമ്പാദിക്കുന്ന സമ്പാദ്യം ഹറാമാണോ ഹലാലാണോ എന്ന് എന്ത് ചെയ്യില്ല, അവൻ ചിന്തിക്കൂല. ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടരുത്. നമ്മൾ ചിന്തിച്ച് കൃത്യമായിട്ടുള്ള ഇസ്ലാമിക അടിസ്ഥാനങ്ങൾ പാലിച്ച്, അധ്യാപനങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നാം ഇറങ്ങിത്തിരിക്കാൻ പാടുകയുള്ളൂ. അതോടൊപ്പം നമ്മിൽ ഉണ്ടാകേണ്ട സമ്പത്ത് ശുദ്ധീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറെ താല്പര്യത്തോടുകൂടെ തന്നെ കാണണം. അതാണ് ഞാൻ എൻ്റെ ഖുത്ബയുടെ തുടക്കത്തിൽ സ്വഹാബത്തിൻ്റെ ജീവിത ചരിത്രം എടുത്തത് അല്ലേ. അവരുള്ള സമ്പത്ത്, അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു 600 ഈത്തപ്പന. ഇപ്പം നമുക്കിപ്പോൾ ഈത്തപ്പന തോട്ടം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരിതൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് അള്ളാൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചത് എന്തിനാ? റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ച സ്വർഗം കിട്ടണമെന്ന ഒരു ചിന്തയായിരുന്നു അവർക്ക്. അള്ളാഹും അള്ളാഹിൻ്റെ റസൂലും മാത്രമേ ഉള്ളൂ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാനുള്ള കാരണം എന്തേ? എനിക്ക് സ്വർഗം കിട്ടണമെന്നുള്ളതാണ്. വകാന അഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹാ. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ, റസൂലേ, പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയതാ, നിങ്ങളാരും പുണ്യം കരഗതമാക്കൂല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരെ. അപ്പോഴാണ് പ്രിയപ്പെട്ട ഒരു ആയത്ത് ഇറങ്ങിയ സമയത്താണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നുകൊണ്ട്, വഖാന അഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹാ, റസൂലേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ സമ്പത്ത് ബൈറുഹാ തോട്ട. റസൂലുള്ളാഹി പോലും മദീന പള്ളിക്ക് ചാരത്തുള്ള ആ തോട്ടത്തിൽ പോയി ഇരിക്കുമായിരുന്നു. കിളികളുടെ കളകളാരവ ശബ്ദവും അരുവികളുടെ ആ ഒരു സുന്ദരമായ കാഴ്ചകളും ശബ്ദങ്ങളും സമ്മാനിക്കുന്ന ആ തോട്ടം അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറായത് പ്രിയപ്പെട്ടവരെ ആ സ്വർഗം അവർ കൊതിച്ചതുകൊണ്ടാണ്. ആ സ്വർഗം തന്നെ നമ്മളും കൊതിക്കണം. ഒരാളുടെ സമ്പത്ത് പോലും സക്കാത്ത് കൊടുത്തത് കൊണ്ടോ സദഖ കൊടുത്തത് കൊണ്ടോ കുറയൂല. നമുക്ക് തോന്നാതെ അത് ഇതല്ല എങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ റബ്ബ് ഇല്ലാതാക്കും. ഒരു വയറുവേദന വന്നാൽ മതി പ്രിയപ്പെട്ടവരെ, അല്ലേ? ഒരു വയറുവേദന വന്നാൽ മതി. സ്കാനിങ് ആയിട്ടും CT ആയിട്ടും എൻഡോസ്കോപ്പി ആയിട്ടും അങ്ങനെയുള്ള വ്യത്യസ്ത സംവിധാനങ്ങളിലുള്ള ടെസ്റ്റിംഗ് ആയിട്ട് ആയിരങ്ങൾ പൊട്ടുന്നതറിയില്ല. ഒരു പനി വന്നാൽ പോരെ. റഹ്മാനായ റബ്ബിനെ നമുക്ക് എന്തും തരാൻ
കഴിവുള്ളവനാ റഹ്മാനായ റബ്ബ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ പെട്ടെന്നുള്ള പരീക്ഷണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ട്. നമ്മൾ ഈ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കണം. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ സംവിധാനത്തിൻ്റെ കീഴിലുള്ള ഒരു ഫണ്ട് സമാഹരണമുണ്ട്. ലക്ഷ്യം വെക്കുന്നത് പ്രിയപ്പെട്ടവരെ ടീച്ചേഴ്സിനാണ്. നിരാലംബരായിട്ടുള്ള കഴിവില്ലാത്ത അധ്യാപകരെ, മദ്രസ അധ്യാപകരെ, അങ്ങനെയുള്ളവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നമ്മുടെ സംവിധാനത്തിൻ്റെ ഒരു കൃത്യവും ക്രിയാത്മകവുമായിട്ടുള്ള ഒരു സംരംഭമാണ്. ആ ഒരു ഫണ്ട് സമാഹരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ് ഇന്ന് എന്നുള്ളത്. അതിൻ്റെ ബാങ്ക് അക്കൗണ്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു നോട്ടീസ് ലഭിക്കും. അതിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. നമുക്ക് കൊടുക്കാൻ കഴിയുന്ന അവരുടെ ഭവന നിർമ്മാണം, അവരുടെ മക്കളുടെ പഠനം, അങ്ങനെയുള്ള അവരുടെ ചികിത്സാ ചെലവുകൾ വലിയൊരു മേഖലയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ആവശ്യമില്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതല്ല. കൃത്യമായി അർഹരാണ് എന്ന് ബോധ്യപ്പെടുന്നവർക്ക് മാത്രമാണ് അങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ ഒട്ടനവധി ആളുകളുടെ വീടുകൾ ഉയർന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഒട്ടനവധി വ്യക്തികൾക്ക് അത്തരത്തിലുള്ള രോഗങ്ങൾ വന്നപ്പോൾ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഫണ്ടുകൾ നൽകാൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഇതിൻ്റെ ചാരിതാർത്ഥ്യം തന്നെയാണ്. അതിന് നമ്മുടെ ഒരു തുക നമ്മൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ബക്കറ്റ് സംവിധാനമുണ്ട്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറൊക്കെ ഉണ്ട്. നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു തുക അത് ഏറ്റവും ഇഖ്ലാസോടുകൂടി പ്രതിഫലം കിട്ടണമെന്ന ബോധ്യത്തോടുകൂടി നമ്മൾ ഈ വിഷയത്തിൽ ഇറങ്ങണം, കൊടുക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് പറഞ്ഞതിനും കേട്ടതിനും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ അതാ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. റഹ്മാനായ റബ്ബേ, ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. സാമ്പത്തിക മേഖലയിലുള്ള ശുദ്ധീകരണം റഹ്മാനായ റബ്ബേ, ഹറാമായ സമ്പത്ത് നേടാതെ ജീവിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഹലാലിലൂടെ സംതൃപ്തി അടയാനുള്ള തൗഫീക്ക് നാഥ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. മുഅ്മിനായി മുസ്ലിമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള തൗഫീക്ക് നാഥ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുടെ വിശാലമാക്കണേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഗസയിലെ റഹ്മാനായ റബ്ബേ, ഫലസ്തീനിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏറെ വേദനയോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് നാഥ. അവർക്ക് സ്വാന്തനം നൽകണേ അല്ലാ, അവർക്ക് സന്തോഷം നൽകണേ അല്ലാ. ഈ പ്രയാസങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവരെ ആ പ്രയാസം ഇല്ലാതാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവതി വ യഖദിൽ ഹജാത്ത്. അല്ലാഹുമ്മ أعتقنا من النار، اللهم أدخلنا الجنة يا رب العالمين. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.